എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നെന്താ വെച്ചാൽ ഏതായാലും മഴക്കാലമൊക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ ഉഗ്ര ഭക്ഷണങ്ങളാണ് അതായത് നമ്മുടെ കപ്പയും മീൻകറിയും, പ്രത്യേകിച്ച് മത്തി. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ചോറ്, കപ്പ കപ്പ നമ്മളിങ്ങനെ ഉപ്പേരി പോലെ വെച്ചത്, അതായത് കടുകും മുളകൊക്കെ താളിച്ചത്, പിന്നെ മീൻ കറി, മീൻ വറുത്തത്, മത്തിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ മറ്റു വിശേഷങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടി ഇവിടെ ആരംഭിക്കും. ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഉപ്പുമാവാണ് രാവിലെ ചായക്ക് പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ റവ ഉപ്പുമാവാണ്. അപ്പോൾ റവ അതിനുള്ളതുകൊണ്ട് എടുക്കട്ടെ. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു ഉപ്പുമാവാണ് റവ ഉപ്പുമാവ്. അവലും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മളെ ചായ പലഹാരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് ഹോർലിക്സാണ് എനിക്കുള്ളത്. എല്ലാം റെഡി ആയിപ്പോൾ ഏതായാലും കഴിക്കുകയാണ്. ഇതിനങ്ങാണ്ട് വിളമ്പി കൊണ്ടുപോയാൽ പിന്നെ അമ്മയ്ക്ക് നേരെ വിളമ്പി കൊടുക്കാം. അമ്മയ്ക്ക് പിന്നെ റവ ഉപ്പുമാവ് അത്ര വലിയൊരു ഇഷ്ടമുള്ള കാര്യമല്ല. ഇന്ന് പിന്നെ ശനിയാഴ്ച, ഇന്നിപ്പോൾ ഞാൻ നടക്കാത്ത ദിവസമാണ്. അപ്പോൾ രാവിലെ നടത്തം ഇല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ആഴ്ചയിലൊരു ദിവസം ഇല്ല. അപ്പോൾ പിന്നെ നേരത്തെ തന്നെയൊക്കെ ഉണ്ടാക്കി. എണീക്കലൊക്കെ സാധാരണ സമയത്ത് തന്നെയാണ്. പിന്നെ ഒരു നേന്ത്രപ്പഴം, ഇത് പിന്നെ വലിയ പഴം, അതുകൊണ്ട് ഏതായാലും പകുതിയല്ല, അമ്മയ്ക്ക് ചെറിയൊരു കഷ്ണം മതി. അപ്പം അങ്ങനെ അതും ഉണ്ടെന്ന്. അപ്പം നമ്മളെ ചായ പലഹാരങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇങ്ങനെയാണ്. ഏതായാലും ഞാനേ മീൻ വാങ്ങിത്തരാം കേട്ടോ. അപ്പോൾ ഞാനേതായാലും മീൻ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഏതായാലും തൊപ്പി ഞാൻ ഒന്നത് മഴ കൊണ്ട് ഒരു തൊപ്പി ഇടാം. പുറത്ത് പൂച്ചക്കുട്ടികൾ അവിടെ ഉണ്ട്, പൂച്ച ഉണ്ട്. അതുപോലെ മീൻ വാങ്ങി വരണം. മീൻ വാങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്ന് കൊടുക്കണം. മഴയൊക്കെ ഉള്ള സമയത്ത് പിന്നെ അങ്ങനെ വണ്ടി ഇട്ടാൽ പോവാം. ചെറിയ പിന്നെ കുറഞ്ഞ ദൂരമല്ലേ ഉള്ളൂ. പിന്നെ മഴയത്ത് പിന്നെ ബസ്സിലൊന്നും അങ്ങനെ പോകാൻ നിൽക്കില്ല. മീൻ വാങ്ങാനുണ്ടോ അങ്ങനെയല്ല, പിന്നെ കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പോൾ ഏതായാലും പോട്ടെ. അത്യാവശ്യം നല്ല മഴയാണ്. അപ്പോൾ നമ്മളേതായാലും മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള മീനും ഉണ്ട് ഇവിടെ. നമ്മൾ പതിവായിട്ട് വാങ്ങിക്കുന്ന മഞ്ചേരിയിലെ കടയാണ്. എല്ലാ തരത്തിലുള്ള മീനും ഉണ്ട്. ഞാൻ പിന്നെ നോക്കിയിട്ട് ഏതാ വേണ്ടത് വെച്ചാൽ അനുസരിച്ച്, പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഒരു കുറച്ചൊക്കെ വില ഉണ്ട്. ഭയങ്കര വില ഇല്ല, എന്നാലും അത്യാവശ്യം വില ഉണ്ട് മീനിനൊക്കെ ഇപ്പോൾ. അപ്പോൾ ഏതായാലും ഉണ്ടോ വലിയ കോര. നമുക്കിപ്പോൾ എന്താ വെച്ചാൽ മത്തിയാണ് വാങ്ങുന്നത്. ഇന്നിപ്പോൾ മത്തി മതി, അതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളേതായാലും സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി. ഇനിയിപ്പോൾ നേരെ പോട്ടെ.
അപ്പോൾ ഏതായാലും മീനും കൊണ്ട് ഒക്കെ നമ്മളിവിടെ വീട്ടിലെത്തി. ഏതായാലും ഇപ്പോൾ നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതാ മത്തി വാങ്ങിക്കൊണ്ടുവന്നത് 1/2 കിലോ ഇല്ല, 1/2 കിലോന് കുറച്ച് കുറവുണ്ട് അളവ്. പാകം വലുപ്പത്തിലുള്ള മത്തിയാണ്. നമ്മൾ എന്താ വെച്ചാൽ കാര്യമായിട്ട് മത്തി വാങ്ങാനുള്ള കാരണം നമ്മളിന്ന് കപ്പുണ്ട്. കപ്പ ഉള്ളതുകൊണ്ട് കപ്പയ്ക്ക് നല്ലത് മത്തിയാണ്, നല്ല രസമാണത്. അതുകൊണ്ടാണ് മത്തി തന്നെ ആക്കിയത്. പിന്നെ മത്തിക്ക് ഒരു അധികം വില ഇല്ല ഈ ഒരു സമയത്ത്. അപ്പം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഒക്കെ നന്നാക്കി അങ്ങനെ പൂച്ചക്കുള്ളിലൊക്കെ ഇവിടെ ഉണ്ട്, ഇതൊക്കെ കൊടുക്കണം. പൂച്ചക്കുട്ടികൾക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൂടി എല്ലാണത്. തല വേറെ ഉണ്ട് എല്ലാം. അപ്പോൾ അതൊക്കെ അങ്ങനെ കൊടുക്കണം. ഏതായാലും മഴ അങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷമുള്ള ഇരുത്താണിപ്പോൾ ഇത്. ചെറിയ കുട്ടികൾക്ക് പിന്നെ അവിടെ കൊടുത്തു, ഞാൻ പുറത്ത് അവിടെ വേറെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമൊക്കെ ഉള്ള വിശ്രമത്തിലാണ് ഇവൻ. ഇപ്പോൾ മീൻ കറിക്കുള്ള ഒക്കെ എല്ലാം ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചു. തക്കാളി അത്യാവശ്യം നല്ലോണം ഉണ്ട്, തക്കാളി ഇട്ടിട്ട്. അപ്പോൾ വറക്കാൻ തരണ ഇത് വറക്കാനുള്ളത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാ ഒരു കോഴിമുട്ട പുഴുങ്ങിയത് അത് കഴിക്കാനുണ്ട്. അതുപോലെ ഇങ്ങനെ ഇടസമയങ്ങളിൽ എന്തെങ്കിലും കഴിക്കും. രാവിലത്തെ ആ ഒരു ചായ പലഹാരത്തിൻ്റെയും ഉച്ചക്കത്തെ ആ ഒരു ഊണിൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടായിരിക്കും. ഇന്ന് കോഴിമുട്ടയാണ്. നേരെ 10 മണിയായി. 10 മണിക്ക് ഇന്നിപ്പോൾ പിന്നെ നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കോഴിമുട്ട ആക്കി. ചിലപ്പോൾ രാവിലെയാണ് കഴിക്കില്ല ഞാൻ, കൂടുതലും നടന്നു വന്നു കഴിഞ്ഞ ശേഷം. ഇന്ന് പിന്നെ നടത്തില്ലാത്ത ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നടത്തില്ല, അത് ശനിയാഴ്ചയാണ്. ഇനിയിപ്പോൾ കറീൻ്റെ കാര്യം നോക്കട്ടെ. ഒക്കെ വറക്കാളൊക്കെ തിരുമ്പി വെച്ചാണ് മസാല. കറി അതെ അവിടെ ആക്കട്ടെ. മീൻകറി അപ്പം അങ്ങനെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അരച്ചതൊക്കെ വെന്ത് നല്ലപോലെ തിളച്ച ശേഷമാണ് നമ്മൾ മീനൊക്കെ ഇട്ട് ഇനി പിന്നെ പെട്ടെന്നുണ്ട്. അപ്പോൾ അതവിടെ കറി അവിടെ ആക്കി വെച്ചു. ഇതാ ആയിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ വറക്കാണ്ട്. അപ്പോൾ അതും അവിടെ നടക്കട്ടെ. മീൻ വറവ് 3 എണ്ണം. പിന്നെ ഇപ്പോൾ ഈ ഒരൊറ്റ വലിയൊരു കിഴങ്ങ് കപ്പ അതാണുള്ളത്. അത് നമ്മൾ കൊത്തി നുറുക്കി ഒക്കെ വേവിച്ചിട്ട് പിന്നെ നേരെ കടുകും ഒക്കെ താളിച്ചുണ്ടാക്കുന്ന അങ്ങനെ. പൂച്ചപ്പത അവിടെ ഈ ഇരുത്തങ്ങനെ ഇരിക്കും, ഉണ്ടോ? നല്ലൊരു മര്യാദക്കാരനായിട്ട് അങ്ങനെ ഇരിക്കും, കുറേ നേരം ഇരിക്കും. നമ്മൾ ഏതായാലും കടല, നമ്മൾ സാധാരണ നിലക്കടല അങ്ങനെ പാക്കറ്റ് വാങ്ങിയിട്ട് പിന്നെ ഞാനത് വറക്കുക ചെയ്യൽ. ചിലപ്പോഴൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുള്ളൂ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പിന്നെ ഉപ്പിട്ടതായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഉപ്പിടാതെ നമ്മളെ ഇഷ്ടത്തിന് വറക്കാമല്ലോ. ഇത് ഉപ്പിടാതെ വറക്കുന്നത്. അങ്ങനെ വറുത്ത് പാത്രത്തിലാക്കി അങ്ങനെ വെക്കും ആവശ്യത്തിന്. ഇത് ഇടയ്ക്കൊക്കെ കഴിക്കുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ നമ്മൾ ഉപ്പിടാതെ വറക്കാണ്. ഇങ്ങനെ കടല വാങ്ങിയിട്ട് നമ്മൾ ഉപ്പിടാതെയുള്ള വറക്കലാണ്. നല്ല രസമാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ചട്ടിയിൽ ഇത് മാറ്റിയിട്ട് വേണം കപ്പ അവിടെ വേഗം വെച്ചിട്ടുണ്ട് കൊത്തി നുറുക്കിയത്. പിന്നെ വേണം നമുക്ക് ഉപ്പേരിയാക്കിയിട്ട് എടുക്കാൻ.
വഴറ്റിയെടുക്കാം. കപ്പതാ ഇത് നല്ല പോലെ വേവുണ്ടിട്ട്, നല്ല വേവണ കപ്പയാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മളെ കപ്പ, അതുപോലെ മീൻകറി, പിന്നെ നമ്മളെ മീൻ വറുത്തത് അതൊക്കെ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കലായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പ്രത്യേകിച്ച് നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് ഇത്, ഈ കപ്പയും മീൻകറിയും നല്ല രസമാണ് ആ ഒരു സമയത്ത്. അമ്മയ്ക്ക് ഒരു മത്തി വറുത്തതും പിന്നെ എനിക്ക് 2 അങ്ങനെയാണ്. അതാണ് 3 വറുത്തത്. പിന്നെ രാത്രിക്കില്ല, രാത്രി വറുത്തതില്ല. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. ഇനിയിപ്പോൾ ഏതായാലും ഞാനും കഴിക്കട്ടെ. നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കപ്പ, നല്ല കപ്പ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.